Students, here we have a rice plant. See, ഈ റൈസ് പ്ലാന്റ് പ്രത്യേകത എന്താ? ഇവിടെ ഡിസീസ് റെസിസ്റ്റൻസ് കൂടുതലാണ്, പക്ഷേ ഈൽഡ് വളരെ കുറവാണ്. വിളവ് കുറവാണ്, പക്ഷേ ഡിസീസ് റെസിസ്റ്റൻസ് രോഗപ്രതിരോധ ശേഷി കൂടുതലാണ്. എന്നാൽ അടുത്തതായിട്ടൊരു നെല്ലിനം നോക്കുക. ഇവിടെ ഈൽഡ് കൂടുതലാണ്, വിളവ് കൂടുതലാണ്, പക്ഷേ ഡിസീസ് റെസിസ്റ്റൻസ് കുറവാണ്. അപ്പോൾ നമ്മൾക്ക് സാധാരണ രീതിയിൽ ഇങ്ങനെ രണ്ട് വെറൈറ്റി കിട്ടിയാൽ ഇതിൽ നിന്നും നമ്മൾക്ക് രണ്ടിൻ്റെയും നല്ല ക്യാരക്ടർ കമ്പൈൻ ചെയ്ത് നല്ല ഡിസീസ് റെസിസ്റ്റൻസും നല്ല ഈൽഡും നൽകുന്ന ഒരു ചെടി ഉണ്ടാക്കിയെടുക്കാമല്ലോ അല്ലേ? അതിന് നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണ്? ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനാണ് അല്ലേ? അല്ലെങ്കിൽ പ്ലാന്റ് ഹൈബ്രിഡൈസേഷൻ ചെയ്തിട്ടാണ് പുതിയ പ്ലാന്റ് ഉണ്ടാക്കുന്നത്. ഈ പ്ലാന്റ് ഹൈബ്രിഡൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് മാറ്റുന്നത്? ഒരു പ്ലാന്റിൽ നിന്നും വേറൊരു പ്ലാന്റിലേക്ക് പോളൻ ഗ്രെയിൻസിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ പോളൻ ഗ്രെയിൻസിൻ്റെ അകത്ത് എന്താണ് ഉണ്ടാകുന്നത്? ജീനോം അല്ലെങ്കിൽ DNA ആണ് ഉള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ DNA അങ്ങോട്ടേക്ക് മാറ്റുന്നത്? ഒരു ചെടിയിൽ നിന്ന് അടുത്ത ചെടിയിലേക്ക് മാറ്റുന്നത് നമുക്ക് ആ ഡിസീസ് റെസിസ്റ്റൻസ്, ഇപ്പോൾ ഈ ഉദാഹരണത്തിൽ ഡിസീസ് റെസിസ്റ്റൻസ് അല്ലെ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഡിസീസ് റെസിസ്റ്റൻസ് നൽകുന്ന ജീൻ ഇവിടെ ഈ മൊത്തം DNA ആ ജീനാണോ? അല്ല. ഈ DNA ഏതെങ്കിലും ഒരു ഭാഗം മാത്രമായിരിക്കും എന്ത് നൽകുന്നത്? ഡിസീസ് റെസിസ്റ്റൻസ് നൽകുന്ന ജീൻ. അപ്പോൾ നമുക്ക് മൊത്തം DNA മാറ്റേണ്ട ആവശ്യമില്ല. മൊത്തം DNA മാറ്റുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നോക്കൂ, ഇവിടെ ഇത്രയും പോർഷൻസ് DNA ആവശ്യമില്ലാത്തതാണ് അല്ലേ? ഇതിനെ നമ്മൾ അൺഡിസയേർഡ് ജീൻ എന്ന് വിളിക്കാം. ഈ ഭാഗത്തൊക്കെ എന്താ ഉണ്ടാവുക? അൺഡിസയേർഡ് ജീൻസ്. അതേസമയം നമ്മൾ ഇവിടെ നീല കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്? ഇതാണ് ഡിസയേർഡ് ജീൻ. അപ്പോൾ യഥാർത്ഥത്തിൽ പ്ലാന്റ് ഹൈബ്രിഡൈസേഷൻ വഴി ഇങ്ങനെ ഒരു ചെടിയിൽ നിന്നും പോളൻ ഗ്രെയിൻസ് എടുത്ത് അടുത്ത ചെടിയിലേക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടാത്ത ജീനുകളും അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയി പോകുന്നു അല്ലേ? ചിലപ്പോൾ അത് നല്ല റിസൾട്ട് തരണമെന്നില്ല. അപ്പോൾ അതാണ് പ്ലാന്റ് ഹൈബ്രിഡൈസേഷൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ്. പ്ലാന്റ് ഹൈബ്രിഡൈസേഷൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണ്? Inclusion and multiplication of undesirable genes along with the desired gene. This is the disadvantages of conventional plant hybridization or traditional hybridization procedure. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ട്രഡീഷണൽ ഹൈബ്രിഡൈസേഷൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണ്? It leads to inclusion and multiplication of undesirable gene along with the desired gene. Okay, ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. വാട്ട് ഈസ് ദ പ്രോബ്ലം ഇൻ പ്ലാന്റ് ആൻഡ് ആനിമൽ ബ്രീഡിംഗ് കമ്പയർഡ് ടു ജനറ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ബയോടെക്നോളജി, വിച്ച് ഈസ് ഇറ്റ് ഓഫൺ ലീഡ് ടു ഇൻക്ലൂഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് അൺഡിസൈറബിൾ ജീൻസ് അലോങ് വിത്ത് ഡിസൈർഡ് ജീൻസ്. നമുക്ക് വേണ്ടുന്ന ജീൻ, ആവശ്യമുള്ള ജീനിനോടൊപ്പം തന്നെ ആവശ്യമില്ലാത്ത നല്ലതല്ലാത്ത ജീനിൻ്റെ എണ്ണം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ചെടിയുടെ അകത്ത് വർദ്ധിക്കുന്നു. അത് നമുക്ക് നല്ല റിസൾട്ട് തരണമെന്നില്ല. അപ്പോൾ ഇത്തരം മൊത്തം പോളൻ ഗ്രെയിനെ മാറ്റാതെ അല്ലെങ്കിൽ മൊത്തം DNA മാറ്റാതെ നമ്മൾക്ക് ആ DNAയുടെ വേണ്ടുന്ന ജീനിനെ മാത്രമായിട്ട് ആ ചെടിയിലേക്ക് മാറ്റാൻ പറ്റും. ആ ടെക്നിക്കാണ് എന്ത്? ജനറ്റിക് എഞ്ചിനീയറിംഗ്. സോ വിച്ച് ക്യാൻ ഓവർകം ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ട്രഡീഷണൽ ഹൈബ്രിഡൈസേഷൻ? ജനറ്റിക് എഞ്ചിനീയറിംഗ്. സ്റ്റുഡൻസ്, so we will study genetic engineering in new chapter biotechnology, and here in biotechnology we will discuss how we will transfer a specific gene into a plant and develop a recombinant DNA or a genetically modified plants. Here I am explaining in brief the steps of genetic engineering. Then I will explain in detail each steps. Okay, first in genetic engineering we need to transfer that only specific gene to the host. For that, first we can take out that DNA. What we call that steps? Isolation of DNA, which is the first step. Now you know that we need only that portion of the gene which give that specific character. So that is the next step. For that we will cut DNA. So next step is cutting DNA and produce fragments. Cutting of DNA or fragmentation of the DNA. Fragmentation using which enzyme? Restriction endonuclease enzyme. Restriction endonuclease enzyme we cut
we can cut DNA into fragments. Now you see that there will be many fragments. So from these fragments we have to select only those fragments which contain the gene which give that desired character, or we have to select only those gene which is having desired character. For example, this gene which I, before selecting that particular gene we have to separate them and isolate that only particular gene. അതായത് ഡി എൻ എ വലിയ നീളത്തിലുണ്ടാവുക അല്ലേ, ആ ഡി എൻ എ നമ്മൾ കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കി മാറ്റുന്നു. എന്നിട്ട് നമുക്ക് വേണ്ടുന്ന ജീനിനെ മാത്രം എടുക്കുന്നു. അങ്ങനെ നമുക്ക് വേണ്ടുന്ന ജീനിനെ മാത്രം എടുക്കുകയെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കൈ കൊണ്ട് അങ്ങ് എടുക്കാൻ പറ്റില്ല, കാരണം എല്ലാം ചെറിയ പീസുകളാണ്. അപ്പോൾ അതൊന്ന് വേറൊന്നിനെ ഇങ്ങനെ ടച്ച് ചെയ്തൊക്കെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇവരെയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം, എല്ലാവരെയും ഒന്ന് വേർതിരിച്ച് നിർത്തണം. അതിനുശേഷം നമുക്ക് വേണ്ടുന്ന ജീനെ പുറത്തോട്ടെടുക്കണം. അപ്പോൾ വേർതിരിക്കാനും നമ്മൾക്ക് വേണ്ടുന്ന ജീനെയും പുറത്തേക്ക് എടുക്കുവാനുമുള്ള സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പ് സെപ്പറേഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് ജീൻ. ഓക്കെ, അതിന് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? ജെൽ ഇലക്ട്രോഫോറസിസ്. ബൈ ജെൽ ഇലക്ട്രോഫോറസിസ് we can separate all this DNA and we can take that desired gene. So by gel electrophoresis I take that gene of interest. ഓക്കെ, നമുക്ക് താല്പര്യമുള്ള ജീൻ, നമുക്ക് വേണ്ടുന്ന ജീനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ജീനിനെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്യാവോ? പാടില്ല. കാരണം നമ്മൾ വളരെ കഷ്ടപ്പെട്ട് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം വെച്ച് ഡി എൻ എ കട്ട് ചെയ്തു അതിൽ നിന്ന് വേണ്ടുന്ന ജീനെ മാത്രം ഐസൊലേറ്റ് ചെയ്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പെട്ടെന്ന് അത് എടുത്തിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അടുത്തത് ഈ കിട്ടിയ ജീനിൻ്റെ ഒരുപാട് കോപ്പീസ് എടുത്ത് വെക്കണം അല്ലേ, മൾട്ടിപ്പിൾ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യണം. അതിന് നമ്മൾ പറയുന്ന സ്റ്റെപ്പാണ് ജീൻ ആംപ്ലിഫിക്കേഷൻ or production of multiple copies of gene. This is by PCR, polymerase chain reaction. So we can produce multiple copies of gene by gene amplification or PCR. Okay, now we can give this gene to that plant. And before that, one question: we produce multiple copies of these genes by which process? PCR, polymerase chain reaction. Now we will take this one gene and give to plant or that plant cell. Okay, suppose I given this gene into plant cell, and you know after some time the plant cell divide and form two plant cell, and each plant cell will get two copies of this gene. Is it possible? No, not always. The introduced genes, two copies will go to each daughter cell only if the introduced gene is replicated. For the replication, what is required? Origin of replication. Which is required? Origin, ORI, origin of replication. So നമ്മൾ ഒരു ജീൻ എടുത്തിട്ട് ഒരു കോശത്തിന് കൊടുക്കുന്നു, ഒരു സെല്ലിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഹോസ്റ്റ് സെല്ലിന് കൊടുക്കുന്നു. ആ ഹോസ്റ്റ് സെല്ലിൽ വെച്ചിട്ട് കൊടുത്ത ജീൻ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം, 2 കോപ്പി ആവണം. എന്നാൽ മാത്രമേ ആ ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 സെല്ലായി മാറുമ്പോൾ ഓരോ സെല്ലിലേക്കും ഓരോ കോപ്പിയായിട്ട് പോവുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ആ കൊടുത്ത ഒറ്റ ജീന് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുത്ത ഹോസ്റ്റ് സെല്ല് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? കൊടുക്കുന്ന ജീനിൻ്റെ കൂടെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. സാധാരണ രീതിയിൽ നമ്മളൊരു ചെറിയ ജീൻ മാത്രം കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ടാകണം എന്നില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നമ്മൾക്ക് ആരെ യൂസ് ചെയ്യാം? ഒരു വെക്റ്ററെ യൂസ് ചെയ്യാം. ആരെയാണ്? വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതൊരു ഡി എൻ എ തന്നെയായിരിക്കും. അതിൽ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ടാവും. ഓക്കെ, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനുള്ള വേറൊരു ഡി എൻ എ ഉപയോഗിച്ച് നമ്മളിതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. Now we are discussing what are the 2 principles of biotechnology. First one, genetic engineering. This is the technology to alter the chemistry of genetic material, DNA and RNA, to introduce these into host organism and thus change the phenotype of the host organism. We can split and divide this point. Genetic engineering is the technique to alter the chemistry of genetic material. That is, genetic material are RNA and DNA. We are cutting the DNA and joining different fragments now, then its chemistry will change. So in genetic engineering we are changing or alter the chemistry of genetic material.
And after changing that chemistry genetic material, we will introduce this into host organism. Okay, and thus change the phenotype of the plant organism. For example, a rice plant producing more seed and it shows high disease resistance. That is a change in phenotype, right? How this change in phenotype takes place? By introducing that altered gene or genetic material. Okay, and also we will get some product of that organism. Okay, so that is genetic engineering. Next principle is bioprocess engineering. Here I told you, if you want to get the product of a gene, we will culture that host organism in bioreactor. Okay, then we will get the product. So for that, for culturing that microbes, we should have a other microbes free area, sterile condition. Only introduced or modified microbes should multiply there. Unwanted microbes should not be developed there. So their surroundings or ambience in chemical engineering process should be sterile. That means without any unwanted microbes. So this enable only the growth of desired microbes in large quantities. Okay, then we can manufacture or we can extract the product of that genes like antibiotic, vaccines, enzyme, etc. Okay, so those are the two പ്രിൻസിപ്പിൾ ഓഫ് ബയോടെക്നോളജി. അതായത് ജനറ്റിക് എഞ്ചിനീയറിംഗ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ജീൻ എടുത്തിട്ട് അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നു. അതാണ് ആൾട്ടർ ദ കെമിസ്ട്രി ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. എന്നിട്ട് അതെന്ത് ചെയ്യുന്നു, ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതായത് നമ്മൾ ആ മാറ്റം വരുത്തിയ ജീനിനെ ഏതെങ്കിലും ഒരു ചെടിയിലേക്ക് കൊടുക്കുമ്പോൾ ആ ചെടിയുടെ ഫീനോടൈപ്പിൽ മാറ്റം വരുന്നു. അല്ലെങ്കിൽ ഒരു ഏത് സെല്ലിന് കൊടുത്താലും അല്ലെങ്കിൽ ഹോസ്റ്റിന് കൊടുത്താലും അതിൽ മാറ്റങ്ങൾ വരുന്നു. അതാണ് നമ്മൾ ചേഞ്ച് ഓഫ് ഫീനോടൈപ്സ് എന്ന് പറയുന്നത്. ഇതാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, 3 steps എന്തൊക്കെയാണ്? ആൾട്ടർ ദ കെമിസ്ട്രി ഓഫ് ജനറ്റിക് മെറ്റീരിയൽ, ട്രാൻസ്ഫർ ദാറ്റ് ജീൻ ഇൻ ടു ദ ഹോസ്റ്റ് സെൽ, ദെൻ ചേഞ്ചിങ് ദ ഫീനോടൈപ്പ്. ഓക്കെ, ഇനി അതല്ല നമുക്കൊരു ജീനിൻ്റെ പ്രോഡക്റ്റാണ് വേണ്ടുന്നതെങ്കിൽ ആ ജീനിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബാക്ടീരിയക്ക് കൊടുക്കുന്നു. എന്നിട്ട് ആ ബാക്ടീരിയ ബയോറിയാക്ടറിൽ വളർത്തുന്നു. പക്ഷേ ആ ബാക്ടീരിയ വളർത്തുമ്പോൾ അത് മാത്രമേ അവിടെ വളരാൻ പാടുള്ളൂ, അല്ലെ അൺവാണ്ടഡ് ആയിട്ടുള്ള മൈക്രോബ്സ് വളരാൻ പാടില്ല. അങ്ങനെ വളർന്നാൽ അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് തെറ്റായ ഏതെങ്കിലും ആയിരിക്കും പ്രോഡക്റ്റ് ഉണ്ടാകും. നമുക്കൊരു ആൻറ്റിബയോട്ടിക്കാണ് വേണ്ട, അല്ലെങ്കിൽ എൻസൈമാണ് വേണ്ട, ഇൻസുലിനാണ് വേണ്ടെങ്കിൽ അതിന് പകരം വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടായിപ്പോവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മറ്റ് മൈക്രോബ്സ് വളരാത്തൊരിടം, അതായത് സ്റ്റെറൈൽ ആംബിയൻസ്, മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഫ്രീ ഏരിയ, അങ്ങനെയുള്ള ഒരു ഏരിയ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതാണ് ബയോപ്രോസസ് എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് ബയോടെക്നോളജിയുടെ പ്രിൻസിപ്പിൾ. അടുത്തത് ടൂൾസ് ഓഫ് ബയോടെക്നോളജി എന്തൊക്കെയാണെന്ന് നോക്കാം, അല്ലേ? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം, എന്തിനാണ്? ടു കട്ട് DNA. അടുത്ത ടൂൾ ഏതാ? പോളിമറൈസ് എൻസൈം, അതായത് നമുക്ക് DNA സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എവിടെ PCR-ലൊക്കെ എന്ത് വേണം? പോളിമറൈസ് എൻസൈം വേണം. അതായത് DNA മൾട്ടിപ്പിൾ കോപ്പീസ് സിന്തസൈസ് ചെയ്യാൻ, DNA സിന്തസൈസ് ചെയ്യാനുള്ള എൻസൈമാണ് DNA പോളിമറൈസ് എൻസൈം. പിന്നെ എന്ത് വേണം? ലിഗേസ് എൻസൈം വേണം, അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? ടു ജോയിൻ DNA fragments, അല്ലേ? ലിഗേസ് ഈസ് റിക്വയർഡ് ഫോർ ജോയിനിങ് DNA fragments. അതുകൂടാതെ വെക്റ്റേഴ്സ് വേണം. വെക്റ്റേഴ്സ് എന്താണ്? പ്രധാന ലക്ഷ്യം എന്താണ്? നമ്മൾ കൊടുക്കുന്ന ജീൻ ഹോസ്റ്റ് സെല്ലിൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ കൊടുക്കുന്നു. പ്രൊവൈഡ് ORI, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ദെൻ ഹോസ്റ്റ് ഓർഗാനിസവും വേണം. ഇത്രയാണ് ടൂൾസ് ഓഫ് റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി. The different steps of genetic engineering or recombinant DNA technologies. First one, isolation of DNA. That means here we isolated DNA. Okay. Second step, fragmentation of DNA by restriction endonuclease enzymes. So DNA is fragmented into small pieces, which is the enzyme used to cut DNA, restriction endonuclease enzyme. Next step, separation of these fragments and isolation of desired gene or DNA fragments by gel electrophoresis. Next step, gene amplification by PCR. Multiple copies of that genes we will produce. How we will produce multiple copies of that genes? Through PCR. Next step, ligation of the DNA fragments into vector.
If it is vector mediated transfer, you have to join this DNA with the vector, with which enzyme? By DNA ligase. DNA ligase enzyme, which is the enzyme used to join foreign DNA with the vector, that is DNA ligase. Sometimes if the foreign gene is having origin of replication, you can give this gene directly into the host cell, whether it is plant or animal cell or bacterial cell, you can give it directly to that host cell. But usually we are using vectors. Why? Vectors provide origin of replication, which ensure the formation of multiple copies of introduced gene. Okay. Now, if you want to transfer that gene, you can give that gene to or vector into plant cell. We can inject it, or we can inject into embryo or seed or in a tissue. Then if you want product of that, this gene, you have to transfer this gene into bacterial cell, okay, and culture this in a bioreactor, and we will get the product. So students, if you want just to transfer that gene, you transfer that recombinant DNA into the host, or if you want a product, you transfer that gene into bacterial cell and culture that bacteria in a bioreactor, and you will get the product. So students, these are the steps of genetic engineering. So here once again some question, which is the enzyme to cut DNA? Yes, restriction endonuclease enzyme. Which is the method for the separation of DNA fragments based on their length or size? Gel electrophoresis. And which is the method to produce multiple copies of gene? Yes, PCR, polymerase chain reaction. And which is the enzyme that required to join two DNA fragments? DNA ligase. Okay, then we can give that gene into either host cell directly, or if you want that gene's product, you have to transfer that gene into any host cell, then culture that host cell. Okay, so these are the basic steps of genetic engineering. Now we will discuss in more detail each steps of this recombinant DNA technology or genetic engineering. First step of recombinant DNA technology or genetic engineering, which is it? Yes, isolation of DNA. ഓക്കെ, നമുക്ക് ഡി എൻ എ ഐസൊലേറ്റ് ചെയ്തെടുക്കണം. അത് ചിലപ്പോൾ പ്ലാന്റ് സെൽ എന്നായിരിക്കാം, ആനിമൽ സെൽ എന്നായിരിക്കാം, ബാക്ടീരിയൽ സെൽ എന്നായിരിക്കാം, അല്ലേ? ഏതെന്നായാലും നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ബാക്ടീരിയൽ സെല്ലാണെങ്കിൽ നമ്മളവിടെ ലൈസോസൈം എൻസൈം യൂസ് ചെയ്യണം. പ്ലാന്റ് സെല്ലാണ് സെല്ലുലേസ് എൻസൈം യൂസ് ചെയ്യണം. ഫംഗൽ സെല്ലാണെങ്കിൽ കൈറ്റിനേസ് എൻസൈം. അപ്പോൾ നമ്മളൊരു സെല്ല് നിന്നും ഡി എൻ എ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാന്റ് സെല്ലാണെങ്കിൽ സെല്ലുലേസ്, ബാക്ടീരിയൽ സെല്ലാണെങ്കിൽ ലൈസോസൈം, ഫംഗൽ സെല്ലാണെങ്കിൽ കൈറ്റിനേസ്. അങ്ങനെ ആയാൽ നമ്മൾക്ക് ഇതിൻ്റെ സെൽ വാൾ ബ്രേക്ക് ചെയ്തിട്ട് ഡി എൻ എ മറ്റ് സെൽ കണ്ടൻറ്റും പുറത്തോട്ട് വരും, അല്ലേ? ഈ ഡി എൻ എയുടെ കൂടെ തന്നെ എന്തുണ്ടാവാം? അതിനോട് ചേർന്ന് RNA ഉണ്ടാവാം, ചിലപ്പോൾ അതിനോട് ചേർന്ന് പ്രോട്ടീനുകൾ ഉണ്ടാവാം, അല്ലേ? അപ്പോൾ നമുക്ക് ഈ പ്രോട്ടീൻ, ഈ RNA ഒക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് എന്തേ വേണ്ടൂ? നമുക്ക് അതിൽ DNA മാത്രമേ വേണ്ടൂ. അപ്പോൾ RNA റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏത് എൻസൈം യൂസ് ചെയ്യാം? റൈബോന്യൂക്ലിയസ് എൻസൈം യൂസ് ചെയ്യാം ടു റിമൂവ് RNA. പ്രോട്ടീനെ റിമൂവ് ചെയ്യാൻ വേണ്ടി പ്രോട്ടിയസ്. So first we treated cell with either lysozyme, cellulase or chitinase. Any of these enzymes you have to use to break the cell wall. Now cell wall break ചെയ്ത് കിട്ടുന്നില്ല, DNA ഉണ്ടാവും, RNA ഉണ്ടാവും, പ്രോട്ടീൻ ഉണ്ടാവും. അപ്പോൾ RNA റിമൂവ് ചെയ്യാൻ വേണ്ടി RNAസും പ്രോട്ടീനെ റിമൂവ് ചെയ്യാൻ വേണ്ടി പ്രോട്ടിയസ് ഉപയോഗിക്കുന്നു. അങ്ങനെ മറ്റ് കോമ്പണൻസ് ഒക്കെ പലതരം എൻസൈമുകൾ ഉപയോഗിച്ച് റിമൂവ് ചെയ്ത് അവസാനം നമ്മുടെ കൈവശം എന്തേ ഉണ്ടാവുള്ളൂ? DNA മാത്രമായിരിക്കും. അപ്പോൾ ആ സൊല്യൂഷനിൽ നമ്മൾ ഇപ്പോൾ വെച്ച എല്ലാ എൻസൈംസ് ഒക്കെ എവിടെ ഉണ്ടാവും? അതിൽ നിന്ന് നമുക്ക് DNA പ്രസിപ്പിറ്റേറ്റ് ചെയ്തെടുക്കണം. ആ പ്രസിപ്പിറ്റേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ അതിലേക്ക് എന്ത് കൊടുക്കുന്നു? ചിൽഡ് എത്തനോൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ ചിൽഡ് എത്തനോൾ ആഡ് ചെയ്യുമ്പോൾ DNA അവിടെ പ്രസിപ്പിറ്റേറ്റഡ് ആവുന്നു. ഈ ചിൽഡ് എത്തനോളിൽ നിന്നും DNA ഒരു റീൽ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ കോയിൽ ചെയ്തെടുക്കാൻ പറ്റും. അതിനെ സ്പൂളിംഗ് എന്നാണ് വിളിക്കുക. ബൈൻഡിങ് ഓഫ് DNA ഓൺ എ റീൽ യൂസിങ് എ റീൽ ആൻഡ് സെപ്പറേറ്റ് ഔട്ട് റിമൂവിങ് ദ പ്രോസസ് ഈസ് കോൾഡ് സ്പൂളിംഗ്. ഓക്കെ, so students, the isolation of the DNA, what are the steps? Use any one of these enzymes, then use ribonuclease protease. Now add chilled ethanol. For what? Chilled ethanol to precipitate DNA. Now
Final step is pooling. Here you can see in this picture a winding of DNA on a reel to take out the DNA from that solution. Okay, so this is isolation of DNA. Clear? Very simple.